വളരെ ഭഗവതിയും ചിത്തിരി ഭീഷ്മ ഈ മൂന്ന് സിനിമയിലും പാട്ടുകൾക്കും പെയിന്റ് പണിക്കടയിലായിരുന്നു റിലീസ് നടന്നപ്പോൾ ഓടി പെയിന്റ് അടിക്കുകയാണ്. സാറ് ആഗ്രഹിക്കുന്ന അതേ തരത്തിലേക്ക് എത്തുന്നവരെ സാറ് കൂടെ നിൽക്കാറുണ്ട്, എത്തിക്കാൻ. നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാര്, നമ്മളെ ഇടയിലുള്ള ആൾക്കാർ. അതെ അതെ, ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ, എന്തായിരുന്നു എൻ്റെ നീ തൊട്ടടുത്തിരിക്കുന്നത്, എൻ്റെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എനിക്ക് കഴിഞ്ഞ ബബ്ബമ്പേര് ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പോൾ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറേ പേര്, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറേ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഇന്ന് നേരിട്ടത് കാണാനുള്ളൊരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. വളരെ പെട്ടെന്നായിരുന്നു അത്. ഏതാ? അതെ, സാറിനെ പേടിച്ച് ചെയ്ത. അതെ അതെ അതെ, അത് വേറെ. ഞാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷേ 5 കിലോ ഇവൻ കുറച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഈ കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഒട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷേ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പോൾ അധികം ചവിട്ടേണ്ടി വന്നില്ല, ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ ഫീനിക്സ് ആയിരുന്നില്ലേ? ഫീനിക്സ്, അതെ അതെ. അപ്പോൾ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറേ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ, അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് പിന്നെ ചെയ്തു പോകുമ്പോൾ അങ്ങ് രസമാണ്. പക്ഷേ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. അതെ, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്കിഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് പൊളിക്കുന്നുണ്ടല്ലോ, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി, അതൊരു ഒരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. ഒരു പൂച്ചനെ കമ്പടിച്ച് സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. ഇറക്കി പൈസയും കൊടുത്ത് ഉണ്ണി ഇറക്കിയതാ ഫൈറ്റ്. നമ്മുടെ ഒരു ഫൈറ്റിൻ്റെ അവന് ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങനെ ഒരു സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലടാ, ഞാൻ ഇനി ഫൈറ്റൊന്നുമില്ല. നിങ്ങളെ ഫൈറ്റിന് ആരും വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി കയ്യിൽ സ്റ്റീലാന്നൊക്കെ പറയണത്. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളയിൽ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന്. നല്ല ചവിട്ടും ഇതൊക്കെയാണ്. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലായതുകൊണ്ട് ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്, അവനെൻ്റെ നെഞ്ചത്താണത് ഫൈറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ, എന്ന് വെച്ചാൽ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയനെ. പിന്നെ സെന്തിൽ ഭയങ്കര കറക്റ്റായിരുന്നു. സെന്തിൽ ഭയങ്കര ടൈമിങ്ങും, സെന്തിൽ അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തിലിങ്ങനെ കയറി വരും. സെന്തിൽ ആ ഭാഷ നമ്മുടെ അടുത്ത് തീർത്ത്. അതെ അതെ അതെ, എൻ്റെ അടുത്തും ഷാജുവിൻ്റെ അടുത്തും 2 ചവിട്ട് കിട്ടിയല്ലേ എണ്ണ?
അതെ 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 അതെ. അത് വലിയ മുഴുനീള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡിയും ഇതൊക്കെ മതിയടാ. അതെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്തൊരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടിച്ചല്ലോ. ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ കുറച്ച് കണ്ടപ്പോൾ. ഞാൻ ചേട്ടാ അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ദുരന്തർ ട്യൂവും ആടുമാണ്. ആ ആ ആ പിടിച്ചു നിൽക്കും. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചു നിൽക്കുന്നത് ദുരന്തർ ട്യൂവും ആടാണ്. പിടിച്ചു നിൽക്കും. ഇതേ ചോദ്യം നിങ്ങളെ ദുരന്തർ 2-ന്റെ ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ. ആ ടോക്സിക് റിലീസ് മാറ്റിയല്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അതുകൊണ്ട് ചായ ഇവിടെ റെഡിയാണ്, പരിപാടി കഴിച്ചിട്ട് പോകാൻ. അതെ, അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങൾ അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്കൊരു തമാശ, കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ ആ ഹാ 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 അത് നീ ഇല്ലായിരുന്നു അപ്പോൾ എവിടെയും പോയാ മൂത്രമൊഴിക്കാൻ പോയി. ആ ആ ആ അങ്ങനെ തോന്നിയോ കണ്ടപ്പോ? അത് അത് ഞാൻ നീ എന്താ കാശ് വാങ്ങിച്ചൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കും. പ്ലീസ് നമുക്കിടയിൽ അതെ അതെ കൂടുന്നുണ്ട് ഇതൊന്നും വേണ്ട. ആ അത് ഡിപ്പെൻസ്. ഇപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയുടെ കഥയും ബാക്കിയുള്ള ഉണ്ണിലാലും ഒക്കെ നന്നായല്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പോൾ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോൾ ഞാൻ മാത്രം നന്നായതുകൊണ്ട് സിനിമക്ക് ഗുണമില്ലല്ലോ. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോൾ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ലേ, ഓഫ് സ്ക്രീനിലുള്ള സാധനം ഓൺ സ്ക്രീനിൽ വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള സിനിമകൾ വരണമല്ലോ. നമ്മുടെ സിനിമയോട് സർക്കാസം ഉണ്ടോ ആൾക്കാർക്ക്? ഇപ്പം നീ ചോദ്യം ചോദിക്കുമ്പോൾ നിനക്കൊരു സർക്കാസം ഇല്ല. അപ്പോൾ ഓഫ് സ്ക്രീനിൽ ഉള്ള സർക്കാസം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പൊതുവെ മലയാളികൾക്ക് ഉള്ളൊരു മെയിൻ സാധനം ഈ പുച്ഛവും സർക്കാസവും ഒക്കെ, എല്ലാത്തിനോടും ഉള്ളൊരു സർക്കാസം ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ കാണുന്ന രീതിയോട് എല്ലാം അപ്രോച്ചൊക്കെ വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആയിക്കോട്ടെ മലയാളികളായിക്കോട്ടെ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ വരണമെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ, അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ആരും അങ്ങനത്തെ ഒരു കഥയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും ചോദിക്കുന്ന സംഭവം വെച്ചാൽ ഓഫ് സ്ക്രീനിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ സാധനം എന്തുകൊണ്ട് സിനിമയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എഴുത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിഷ്ണു അസാധ്യ കൗണ്ടറും സാധനങ്ങളൊക്കെ പറയുന്നതാണ്. അഖില അതുപോലെ തന്നെ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ നമ്മൾ ഇതിന് റീൽ പരിപാടി ഇറക്കിയത് വിഷ്ണുവാണ്. മറ്റേ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും ഇതിട്ടിട്ട് ഇതിലെ ആര് ഹീറോ ചോദിക്കുമ്പോൾ
ആ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു സാധനം ചെയ്തിരുന്നു. അത് വിഷ്ണുവിൻ്റെ ഐഡിയ ആയിരുന്നു. അതേ വേറൊരു സാധനം ചെയ്ത് അഖിലിൻ്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ വേറൊരു രീതിയിലുള്ളൊരു സർക്കാസം ഉണ്ട് അതിനകത്ത്. നമ്മൾ സ്വയം നമ്മൾ ട്രോളുന്ന രീതിയിലുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിങ്ങുമാണ്. അത് ഭയങ്കര റീച്ച് കിട്ടി. അപ്പോൾ സാറെന്ന് പറയുന്നുണ്ടായിരുന്നു, മഞ്ചേച്ചി അടക്കം അത് വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും കുറേ ആൾക്കാർ അതിന് ഇത് ചെയ്തു. അതിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സർക്കാസമൊക്കെ. ധ്യാൻ ശ്രീനിവാസൻ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന ഡയറക്ടറുടെ ചലഞ്ചിങ് എന്തായിരുന്നു? അദ്ദേഹത്തിന് മുമ്പ് വർക്ക് ചെയ്യുമ്പോൾ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റൊന്നുമല്ല. സാർ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടെ കമേഴ്ഷ്യലാക്കാനും പാട്ടുകൾ വന്നു, കുറേ ആഡ് ഓൺസ് വന്നു. അപ്പം ഞങ്ങൾ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനൊരു അതെ ലാസ്റ്റിലത്തെ ഫൈറ്റ് കുറേ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാനും വിഷ്ണുവും കേട്ട ഒരു സാധനമൊന്നും ആയിരുന്നില്ല. ആ സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളുടെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. അപ്പോൾ ഇനി കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ കട്ടപ്പന ഋതിക് വിഷ്ണു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ എന്നൊക്കെ ശേഷം ഭീഷ്മർ. കട്ടപ്പന 10-12 വർഷമായി. മറ്റേ ഇത് ഇപ്പോൾ 2 വർഷമായി. ധ്യാൻ വരെ ഇനി ഭീഷ്മർ രേഖാചിത്രം ഉണ്ണിലാലു അല്ല അങ്ങനെ അറിയപ്പെടുമെന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അത് അങ്ങനെ അറിയപ്പെടുന്നോ? ഇത് ചോദിച്ചതിന്റെ പേര് നീ അറിയപ്പെടും. അല്ല, ഉണ്ണിലാൽ ഓൾറെഡി പേര് മാറ്റി ഉണ്ണി ഭീഷ്മർന്നാക്കി. ഓഫീസർ ഉണ്ണിലാൽ, എന്താ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ണിലാൽ, എന്താ പറയണ, ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്കെ, അതെ ആ ഒരു കഥയുണ്ട് ഇതിനകത്ത് രസമുള്ള. ഉണ്ണി രേഖാചിത്രം ചെയ്തു, ഓഫീസർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഫോട്ടോ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരെ വണ്ടി നിർത്തുകയുണ്ട്. കഴിയുമ്പോൾ സാർ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞു. എന്നാൽ അതൊന്നും നമുക്കറിയില്ല, ഭീഷ്മർ പടത്തിന്റെ പോസ്റ്ററിൽ കണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഉണ്ണി ഭീഷ്മർ. സത്യമല്ലേ? സത്യമാണ്. കാരണം വെച്ചാൽ സത്യമാണ്. അത്രമാത്രം ഫ്ലക്സും ഉണ്ട്. ഇപ്പം എനിക്ക് കുറേ പേര് അയച്ചിരുന്നുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ള ഒരു പടമാണ് സത്യം പറഞ്ഞാൽ ഭീഷ്മർ. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഞാനും എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നേരെ ചോദിച്ച പുള്ളിയുടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി പുള്ളിയുടെ ബാക്കിൽ തന്നെ ഫ്ലക്സ് ഉണ്ടായിരുന്നു, വലിയ ഫ്ലക്സ്. ഞാൻ ഫ്ലക്സ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പുള്ളി എന്നെ നോക്കി നിന്നത്, നിങ്ങളല്ലേ അത് എന്ന്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞല്ല ആ ചോദ്യം അല്ലേ? വന്നില്ലല്ലേ? നമുക്ക് കഴിയുമ്പോൾ ചായ കുടിക്കുമ്പോൾ പറയാം.